ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. പക്ഷേ എവിടെ നിന്നാണ് വന്നത് എന്ന കാര്യം നമ്മൾ മറന്നുപോയി. എവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല, നമ്മൾ ആരാണ് എന്നതും നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നത് എന്നും നാം മറന്നുപോയി. നമുക്കറിയില്ല. അതുപോലെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതും നമുക്കറിഞ്ഞുകൂടല്ലോ. അങ്ങനെ നമ്മുടെ ആദ്യവും അന്ത്യവും മധ്യവും അറിയാത്ത അജ്ഞാനത്താൽ മൂടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനാൽ അതാണ് നമുക്കറിയേണ്ടത്. അത് എവിടെ നിന്നാണ് വന്നത്, ആ പൊരുൾ എപ്രകാരമുള്ളതാണ് എന്ന് പറയുകയാണ് ഒരു കവി. ആദിയും അന്ത്യവുമില്ലാത്ത, ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെക്കാൻ മാൻമുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു യത്നത്തെ സന്ധ്യതിക്കാതെ നീ എന്നറിയുക. ആദിയും അന്തവും ഇല്ലാത്ത, ആദിയും അവസാനവും ഇല്ലാത്ത ഏതോ ഒരു ശക്തിയാണ് നമ്മുടെ ഉറവിടം, നമ്മുടെ ഉൽപ്പത്തി സ്ഥാനം, നമ്മുടെ ഏറ്റവും ഉറ്റ ബന്ധവും മിത്രവും അത് തന്നെയാണ്. അതാണ് ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെ കാൺമാൻ മുനീന്ദ്രന്മാരും. മുനിമാരെല്ലാവരും തന്നെ ആ ബന്ധുവെ കാണാൻ, നമുക്ക് വേണ്ടപ്പെട്ട ആ ശക്തി വിശേഷത്തെ കാണാൻ, ആ ഉറവിടത്തിൽ എത്തിച്ചേരാൻ സന്തതം യത്നിച്ചു കൊള്ളുന്നു യത്നത്തെ സന്ധ്യജിക്കാതെ നീ എന്നറിയൂ. ആ ബന്ധുവിനെ കാണാൻ ഉള്ള യത്നം അതെപ്പോഴും വേണം. സന്തതം, എല്ലാ സമയത്തും യത്നിച്ചു കൊള്ളണം. ആ ബന്ധുവിനെ അറിയാനുള്ള ശ്രമം നമുക്ക് എപ്പോഴും വേണം. ആ യത്നത്തെ നമ്മൾ സന്ധ്യജിക്കാതെ നീ എന്നറിയുക. അത് നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ബന്ധുവെ കാണാനുള്ള പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. നിരന്തരം നാം ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. എന്നാൽ അങ്ങനെ ഒരു ശ്രമം വേണമെന്ന കാര്യം പോലും പലർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അവർ ധരിക്കുന്നു ഞങ്ങളൊക്കെ സർവജ്ഞരാണ്. അതാണ് വിപരീതമായ അറിവ്. ഒന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾ ധരിക്കും നമ്മളെല്ലാം അറിഞ്ഞവരാണ്, എനിക്കെല്ലാം അറിയാം എന്നും ആ അറിവ് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിക്കുന്നു. താൻ അറിഞ്ഞതെന്താ? ഈ ലോകത്തിലെ കാര്യങ്ങൾ. ഇതല്ല പരമസത്യം. ഇത് വെറും നിഴൽ മാത്രമാണ്. പരമസത്യം ഏതോ അതാണ് നമ്മുടെ ഉറ്റബന്ധു. ആ ബന്ധുവിനെ കാണാനുള്ള ശ്രമം ഏതോ, അതിനെ അറിയാൻ വേണ്ടി മാമുനിമാർ എന്ത് ചെയ്തുവോ ആ യത്നം നമ്മളും ചെയ്യണം. നാം ഓരോരുത്തരും അവർ ചെയ്യുന്ന യത്നത്തെ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ മർത്യദേഹം കൊണ്ട് മാത്രമേ അത് നേടാൻ സാധിക്കുകയുള്ളൂ. ആ മർത്യ ശരീരത്തെ നിലനിർത്താൻ ആഹാരാദികൾ വേണം. അതിനുവേണ്ടി മാത്രമാണ് ആഹാരാദികൾ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ആഹാരം ദേഹം നിലനിർത്താനല്ല, ദേഹത്തെ തളർത്താൻ വേണ്ടിയാണ്. ദേഹത്തെ രോഗഗ്രസ്തമാക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് ഇന്ന് കഴിക്കുന്നത്. അമിതവും
അപഥ്യവുമായ ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് കാരണമെന്താ? ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടതുകൊണ്ട്. ആ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രമേഹമുള്ള ഒരാൾ ചായ കഴിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയില്ലാതെ എങ്ങനെ കഴിക്കും? അല്പം മധുരം ഒഴിവാക്കിയാൽ ചായ കഴിക്കാമല്ലോ. ചായ കഴിക്കണമെങ്കിൽ എന്തിനാ ചായ? ഒരുണർവ് കിട്ടാൻ. പക്ഷേ ചായ ഇല്ലെങ്കിലും ഉണർവുള്ളവരുണ്ടല്ലോ. എന്തുകൊണ്ട് അവർക്കതിന് കഴിയുന്നു? നമ്മളത് ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമുക്കും അസാധ്യമായി ഒന്നുമില്ല. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പിടിയിൽപ്പെട്ട് നാം അടിമത്വത്തിന് വിധേയരാവാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മൾ നിയന്ത്രണ വിധേയമാക്കിയാൽ ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവിനെ കാണാൻ നമുക്കും സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന യത്നമാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ എപ്പോഴും ആത്മോന്മുഖമായി തിരിക്കുക കൂടി വേണം. അപ്പോൾ മാത്രമേ അത് നമുക്ക് സാധ്യമാകൂ. അതിനാൽ ആദിയും മന്ദവുമില്ലാത്ത ബന്ധുവെക്കാൻ മുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു. യത്നത്തെ സന്ധ്യരിക്കാതെ നീ എന്നറിയുക.